Let's learn some vocabulary with Purple Teacher. ഇടക്കാലം, in the interim, അല്ലെങ്കിൽ മീൻ ടൈം എന്ന് പറയാം. ഇടക്കാലം കൊണ്ടെന്നൊക്കെ പറയില്ലേ, അതായത് വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുന്നത് വരെയുള്ള വേറൊരു കാര്യം നമ്മൾ ചെയ്യുന്നത്, ഒരു കാര്യം സംഭവിക്കുന്നത് വരെ വേറൊരു കാര്യം നമ്മൾ ചെയ്യുക, അതിനെയാണ് in the interim എന്ന് പറയുന്നത്, ഇടക്കാലം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. The vice president took power in the interim before the elections. election അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വൈസ് പ്രസിഡന്റ് ഇടക്കാലമായി അധികാരം ഏറ്റെടുത്തു. തള്ളിപ്പറയുക അല്ലെങ്കിൽ നിഷേധിക്കുക. നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ നിഷേധിക്കില്ലേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയില്ലേ, അതിനെയാണ് തള്ളിപ്പറയുക, നിഷേധിക്കുക എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ റെഫ്യൂട്ട് എന്ന് പറയും. റെഫ്യൂട്ട്. ഷീ റെഫ്യൂട്ടഡ് ഓൾ ദി എലിഗേഷൻസ് എഗെയിൻസ്റ്റ് ഹർ. അവൾക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും അവൾ തള്ളിപ്പറഞ്ഞു അല്ലെങ്കിൽ നിഷേധിച്ചു. കൊള്ളയടിക്കുക അല്ലെങ്കിൽ കവർച്ച നടത്തുക, പിടിച്ചു പറിക്കുക. നമ്മൾ ഒരാൾ ഭീഷണിപ്പെടുത്തി ഇല്ലീഗൽ മീൻസിലൂടെ നമ്മുടെ പൈസ കവർന്നെടുക്കില്ലേ, അതിന് നമുക്ക് ഇംഗ്ലീഷിൽ എക്സ്റ്റോർഷൻ എന്ന് പറയും. എക്സ്റ്റോർഷൻ. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ട്രൈങ് ടു എക്സ്റ്റോർട്ട് ദ മണി. അവൾ പറഞ്ഞു അവൾ പൈസ കവർന്നെടുക്കാൻ നോക്കുകയായിരുന്നു എന്ന് അവൾ പറഞ്ഞു. കബളിപ്പിക്കുക, അതിന് ഇംഗ്ലീഷിൽ നമുക്ക് സ്വെൻഡിൽ എന്ന് പറയാം. ഹി ഗെയിൻഡ് ഓൾ ദ മണി ത്രൂ സ്വെൻഡ്ലിംഗ്. കബളിപ്പിക്കലിലൂടെയാണ് അവൻ എല്ലാ പൈസയും നേടിയത്. പരാമർശങ്ങൾ. നമ്മൾ ആരെങ്കിലും പറ്റി പരാമർശം നടത്തി എന്ന് പറയില്ലേ, അതായത് ഒരു കമന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന്, അതിനെ നമുക്ക് ഇംഗ്ലീഷിൽ റിമാർക്സ് എന്ന് പറയാം. പരാമർശങ്ങൾ റിമാർക്സ്, പരാമർശം റിമാർക്ക്. വഷളാവുക അല്ലെങ്കിൽ അധപ്പതിക്കുക, അധപ്പതനം, അതിനെ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഡിറ്റോറിയേഷൻ. ഡിറ്റോറിയേഷൻ. ഒരു എക്സാമ്പിൾ നോക്കിയാലോ. ദ കണ്ടീഷൻ ഓഫ് ദ പേഴ്സൺ ഓർ ദ പേഷ്യന്റ് ഇസ് ഗെറ്റിംഗ് ഡിറ്റോറിയേറ്റഡ്. അതായത് പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെയോ അവസ്ഥ എന്ന് പറയുന്നത് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പൂഴ്ത്തി വെക്കുക. പൂഴ്ത്തി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിങ്സോ ആരും കാണാതെ നമ്മൾ ഇങ്ങനെ തന്നെ സേവ് ചെയ്ത് വെക്കുക എന്ന് പറയില്ല, പക്ഷെ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോലും അവരങ്ങനെ ഉപയോഗിക്കാറില്ല. പിശുക്കൻ അല്ലെങ്കിൽ പിശുക്കി എന്ന് പറയാനും പറ്റില്ല. അങ്ങനെയുള്ളതിന് നമ്മൾ എന്താ പറയുക? ഹാർഡ്. ഹാർഡ്. പൂഴ്ത്തി വെക്കുക. അത് പൈസ ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധനങ്ങളായിക്കോട്ടെ, അതിന് നമുക്ക് ഹാർഡ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്താലോ. ഡ്യൂറിങ് ദ വാർ പീപ്പിൾ ബിഗാൻ ഹാർഡിങ് ഫുഡ് ആൻഡ് സപ്ലൈസ്. അതായത് വാറിന്റെ സമയത്ത് ആളുകൾ ഫുഡും അതുപോലെ തന്നെ മറ്റു പല സാധനങ്ങളും പൂഴ്ത്തി വെക്കാൻ തുടങ്ങിയിരുന്നു.